ഒരിക്കലേ ഒരു പിതാവ് ഒരു മകനോട് പറഞ്ഞു, നീ നല്ല രീതിയിൽ എക്സാം പാസ്സായാൽ ഞാൻ നിനക്കൊരു സമ്മാനം. മകൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഒരു മോട്ടോർ ബൈക്ക് മേടിച്ചില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവൻ പാസ്സായി കഴിഞ്ഞ് പിതാവിൻ്റെ ഒക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം അവൻ്റെ കൊടുത്തത് ഒരു ബൈബിളാണ്. അവന് ദേഷ്യം വന്നു. അവനതെടുത്ത് എറിഞ്ഞ് വെച്ച് അവൻ പോയി. എന്നോട് വാക്ക് പറഞ്ഞല്ലേ. ആ പിതാവ് നിർബന്ധിക്കാൻ പോയില്ല. പക്ഷേ ആ പിതാവിൻ്റെ മരണശേഷം ആ സമയത്ത് അവൻ ആ മുറിയിൽ വിശ്വാസവഞ്ചന പിതാവ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവനെ ആ മുറിയിൽ പരതുമ്പോൾ ആ ബൈബിൾ അവിടെ കിടക്കുന്നിരിക്കുന്നു. നോക്കിയപ്പോൾ അതിനകത്തൊരു ചെക്ക് ഉണ്ടായിരുന്നു. അവൻ ആ ബൈക്ക് മേടിക്കാനുള്ളൂ. ഇതിനകത്തുനിന്നൊരു ചെറിയ സന്ദേശം ഈ ചുരുങ്ങിയ സമയത്ത് ഞാൻ പറയുകയാണ്. ദൈവം എപ്പോഴും പറയുന്ന അവൻ്റെ വാക്കുകളിൽ നാം അനുസരിക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. ആ അനുസരിക്കാനായിട്ട് അവൻ ആ സന്തോഷത്തോടെ അവൻ വാങ്ങിയായിരുന്നെങ്കിൽ അതിനകത്തുണ്ട്. അപ്പം ദൈവം എപ്പോഴും അവൻ്റെ സാന്നിധ്യത്തിനകത്ത് ഒരു അനുഗ്രഹം മറഞ്ഞു കിടപ്പുണ്ട്. അതാണ് മറവിടങ്ങളിലെ ഗുപ്തനിധികൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കത് ആദ്യം വെളിപ്പെടുന്നില്ല. ദൈവം തുറന്ന് കാണിക്കത്തില്ല. അത് വിശ്വാസത്തോടെ നമ്മൾ പ്രാപിക്കുന്നു. തുറന്നൊരിക്കലും കാണിക്കുകയില്ല. എന്നാൽ നാം അത് ആമേൻ പറഞ്ഞ് എടുക്കുമ്പോൾ ആ നന്മ നമുക്കത് കാണാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.